നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മനസ്സിൽ ഓർമ്മ വെച്ച് ജീവിച്ചു തീർക്കണം. നിന്റെ സ്നേഹം ഞാൻ മനസ്സിലാക്കാനിട്ടല്ല, എന്റെ സിറ്റുവേഷൻ അതായി പോയി. അപ്പോ ഇതാണ് നിന്റെ തീരുമാനം അല്ലേ? എന്റെ തീരുമാനമല്ല ശ്രേയത്, വിധിയുടെ തീരുമാനം. ലൈഫിൽ എല്ലാ കാര്യത്തിനും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല. പക്ഷെ ഞാൻ നിനക്ക് സെക്കൻഡ് ചാൻസ് തരാം. ചാരുവിന്റെ കഴുത്തിലെ താലി അഴിച്ച് നീ എന്റെ കൂടെ വാ. ആകാശേ, പറ, പറ്റുമോ ഇല്ലയോ? പറ, നീ എന്താ ഒന്നും പറയാത്തത്? പറ, പറ്റുമോ ഇല്ലയോ? പറ്റില്ല. പറ്റില്ല. ചാരുവിന്റെ കഴുത്തിലെ താലി ഞാൻ അഴിക്കില്ല. അപ്പോ നീ എന്തിനാ ഞാൻ ഇട്ട് തന്ന മോതിരം വിരലിട്ടിരിക്കുന്നത്? അതൂരിക്കള. നിന്നെ കൊണ്ട് അതിന് കഴിയില്ല ആകാശേ. ഈ മോതിരമാണോ നിന്റെ പ്രശ്നം? എന്റെ മനസ്സിലെ ഓർമ്മകൾ മതി എനിക്ക്. അതിനീ മോതിരത്തിന്റെ ആവശ്യമില്ല. ആകാശ്, ഒരു മോതിരമായിട്ടല്ല ഞാനിത് നിനക്ക് ഇട്ട് തന്നത്. എന്റെ ജീവിതവും സ്വപ്നങ്ങളുമായിരുന്നു. അത് നീ വേണ്ടെന്ന് വെച്ച് പോകുമ്പോ നിന്റെ മനസ്സിൽ ഞാനില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഇട്ട് തന്ന ഈ മോതിരം ഞാൻ കളയില്ല. എന്റെ ജീവനായിട്ട് ഈ മോതിരം എന്നും എന്റെ കൂടെ ഉണ്ടാവും. നീ പൊയ്ക്കോ. ഒരു കാര്യം നീ കേട്ടോ, ഇത്രയും നാൾ നീ കണ്ട ശ്രേയ ആയിരിക്കില്ല ഇനി നീ കാണാൻ പോകുന്നത്. ഒരു പുതിയ ശ്രേയ ആയിരിക്കും. ബാലമാമൻ അക്കുച്ചേട്ടനെ പറ്റി ചോദിച്ചാ എന്തു പറയും എന്റെ ഈശ്വര? ചാരുമോളെ,
ആകാശിനെ കണ്ടില്ലേ? ആ, ആ, അത് പിന്നെ മാമ കണ്ടില്ലേ? അതോ രാവിലെ ദേഷ്യപ്പെട്ട് പോയതുപോലെ ഓഫീസിൽ വെച്ചും ദേഷ്യപ്പെട്ട് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചോ? ആ, അല്ല ബാലമാമ. ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇന്ന് ശരിയാവും നാളെ ശരിയാവും പറഞ്ഞ് കാത്തിരിക്കുക. അവൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കാതെയാ ബാലമാമ ദേഷ്യപ്പെടുന്നത്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ശരി, നിനക്ക് പറയാനുള്ളത് പറ, കേക്കട്ടെ. അക്കുച്ചേട്ടൻ ഓഫീസിലില്ല. ഓഫീസിലില്ലേ? സത്യമാണോ? ഞാൻ എന്തിനാ ബാലമാമനോട് നുണ പറയുന്നത്? ബാലമ്മാമയോട് മോള് നുണ പറഞ്ഞിരുന്നില്ല മുൻപ്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാൻ പറയുന്ന സത്യ ബാലമാമേ. അക്കുച്ചേട്ടൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട സൈറ്റിൽ പോയിരിക്കുക. സൈറ്റിലോ? ഏത് സൈറ്റിലാന്ന് ചോദിച്ചില്ലേ? ചോദിച്ചു ബാലമാമേ. ചീഫ് എഞ്ചിനീയറിന്റെ കൂടെയാ പോയിരിക്കുന്നത്. അവൻ എന്തൊക്കെയായി കാണിക്കുന്നത്? ഒന്നും കഴിക്കാതെ 24 മണിക്കൂറും ജോലി എന്ന് പറഞ്ഞ് നടന്നാ അവന്റെ ആരോഗ്യം തന്നെ ഇല്ലാതാവുന്നു. ബാലമാമൻ ടെൻഷൻ ആവണ്ട. അക്കുച്ചേട്ടൻ എത്തിയാലുടൻ ഇവിടെ ഒന്ന് കഴിക്കാൻ പറയാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പറയാം. ആ, എന്തെങ്കിലും ആവട്ടെ. മോള് ചെല്ല്. അക്കുച്ചേട്ടനെ വിളിക്കുന്ന കാര്യം പറയായിരുന്നു ഞാനും ബാലമാമനും. അക്കുച്ചേട്ടൻ വല്ലതും കഴിച്ചിട്ടുണ്ടാവും എന്നുള്ള ടെൻഷനായിരുന്നു. അപ്പോഴേക്ക് എത്തിയല്ലോ. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. വാ. നിങ്ങൾക്കൊക്കെ ഭക്ഷണത്തിന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. എനിക്കൊന്നും വേണ്ട. എന്നെ ഒന്ന് വെറുതെ വിട്. നിന്നെ എന്താ നീ പറഞ്ഞ്? വെറുതെ വിടാനോ? അതിനാണ് നീ ഇവിടെ കല്യാണം കഴിച്ചത്? ബാലമാമ ഒന്നും പറയല്ലേ. പറയില്ലെന്നോ? ഇതുവരെ ഒന്നും പറയാത്തോണ്ടാ ഇവൻ ഈ തന്നീഷ്ടം കാണിക്കുന്നത്. എടാ ആകാശം, ഭർത്താവ് ഭക്ഷണം കഴിക്കാതിരുന്ന ഭാര്യ അതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അത് സ്നേഹം കൊണ്ടാ. നിനക്കത് ശല്യമായി തോന്നേണ്ട കാര്യമൊന്നുമില്ല. അച്ഛാ, എനിക്ക് വിശപ്പില്ല. അതാ കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞത്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് കഴിക്കാൻ വേണ്ടെന്ന് പറഞ്ഞാ അത് കേട്ട് മിണ്ടായിരിക്കുന്നു. നീ രാവിലെ ഒന്നും കഴിക്കാതെ പോയെന്ന് പറഞ്ഞ് വിഷമിച്ച് നടക്കുക ചാരുമോള്. നിനക്ക് കഴിക്കാനുള്ളതും കൊണ്ട് ഇവിടെ നിന്റെ ഓഫീസിൽ വന്നിരുന്നു. അവിടെ നിന്നെ കണ്ടില്ല. നീ എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് ഇവിടെ എവിടെയൊക്കെ പോയെന്നറിയോ? ദേ ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ പാവം. നിനക്കായി കൊണ്ടുവന്ന ഭക്ഷണ ആ വണ്ടിയിലിരിക്കുന്നത്. അച്ഛാ, സൈറ്റിൽ പോയി വേലത്തൊക്കെ നിന്നപ്പോ വല്ലാതെ ടയേർഡായി. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് ഞാൻ കഴിച്ചോളാം. ശരി, ചെന്ന് റെസ്റ്റ് എടുക്ക്. ചെല്ല്.